MMV ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫ് പാർട്ട്ണറെ പോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്ണറാണ്. നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണ്. പല സമയങ്ങളിലും മനുഷ്യന്മാർ തമ്മിലാണ് ബിസിനസ് ആക്ച്വലി ഡീലിങ്ങുകൾ നടക്കുന്നത്. അപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന പല ചുമതലകളും ഒരേപോലെ ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്ന വിശ്വസ്തരായ ആരെങ്കിലും നമുക്ക് വേണ്ടി വരും, നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്ന് തോന്നുമ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ബിസിനസ് പാർട്ട്ണറെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം? ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനം ഈ ബിസിനസ്സിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളായിരിക്കണം പാർട്ട്ണർ. ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ലക്ഷ്യവുമായി ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ് പ്ലാൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ആളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. നമ്മൾ 5 വർഷം കൊണ്ട് ഇന്ന ഒരു ലെവലിലേക്ക് എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓൾറെഡി നമ്മളിവിടെ എത്തി, ഇനി നമ്മുടെ ഇതാണ് നമ്മൾ പറയണം. അതുപോലെ നമ്മുടെ ബ്രാൻഡ് ഇങ്ങനെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ബിസിനസ്സിൻ്റെ കോർ വാല്യൂസ് ഇതാണ്, ഈ ബിസിനസ്സിൻ്റെ കോർ വാല്യൂസ് ഇന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു കോംപ്രമൈസ് വരുത്തിക്കൊണ്ട് നിങ്ങളൊരു പാർട്ട്ണറെയും ഇൻവൈറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളെ ആയിരിക്കണം ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. രണ്ടാമത്, ഈ പാർട്ട്നേഴ്സിൻ്റെ എനർജി ലെവൽ മാച്ച് ചെയ്യണം. എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ ചില ആളുകൾ വളരെ ഹൈ എനർജി ലെവലിലായിരിക്കും, ചില ആളുകൾ വളരെ ലോ എനർജിയിൽ. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും മാച്ച് ചെയ്യില്ല. ഇയാൾ പറയുന്ന ഇയാൾക്കും ഇയാൾ പറയുന്ന ഇയാൾക്കും മനസ്സിലാവാത്തൊരു സാഹചര്യം. ഇതെല്ലാം ബിസിനസ്സിനെ വളരെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. പറയുന്ന കാര്യം അതേ സെൻസിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ എനർജി വൈബ്രേഷൻ മാച്ച് ചെയ്യുന്നതായിരിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, ഇദ്ദേഹം ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കുവാനോ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ആയിട്ടായിരിക്കരുത്. ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള വളരെ പോസിറ്റീവായിട്ടൊരു ബിസിനസ് ആറ്റിറ്റ്യൂഡിലൂടെ ആയിരിക്കും. ബിസിനസ്സിന് പൊട്ടൻഷ്യൽ ഉണ്ട്, അതിന് ഭാവി ഉണ്ട്, ഞാനും കൂടി ജോയിൻ ചെയ്താൽ ഇനിയും നമുക്ക് വലിയ രീതിയിലേക്ക് മുന്നോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രോഫിറ്റ് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയായിരിക്കണം. കാരണം പല ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റുകളും നടക്കുന്നത് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. ഈ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പലപ്പോഴും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ഈ ആൾ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പൈസ കൊടുത്തതാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് ഇന്നത് പ്രതീക്ഷിച്ച് പൈസ കൊടുത്താണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് പിന്നീട് പ്രതിസന്ധി വരിക. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇല്ലാതെയാക്കാൻ വളരെ ഓപ്പൺ കമ്മ്യൂണിക്കേഷനും, മാത്രമല്ല രണ്ടാമതൊരു കാര്യമാണ് റിട്ടൺ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കുക, റിട്ടൺ കണ്ടീഷൻസ് ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ ഒരു കാര്യമാണ് കൃത്യമായ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കുക, കൃത്യമായ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കുക. ബിസിനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം നിലവിൽ നേരിടുന്ന ചലഞ്ച് എന്താണ് എന്നുള്ളത് നേരിട്ടാൽ നമുക്ക് എവിടെ എത്താൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂടെയുള്ള പാർട്ട്നേഴ്സ് ഈ വൈബ്രേഷനിലല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് ലീഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുക ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കാണ് ലഭിക്കുന്നത് എങ്കിൽ പിന്നെ ഈ കൊണ്ട് നടക്കുന്ന ആൾ ഇതുമായിട്ട് പ്രതിസന്ധിയിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാർട്ട്ണർ തിരഞ്ഞെടുക്കുമ്പോൾ, ബിസിനസ് പാർട്ട്ണർ തിരഞ്ഞെടുക്കുമ്പോൾ ഒരേ വൈബ്രേഷനിലെ ആളുകളായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആർക്കിടെക്ചർ ആണെങ്കിൽ അതേ ക്വാളിറ്റി അല്ല, അതേ കാറ്റഗറിയിൽ വേറെ ക്വാളിറ്റി ഉള്ള ആൾ ഒപ്പം കൂട്ടണം. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി എങ്ങനെയാണെന്ന് അങ്ങനെയല്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോവുകയാണ്, അതിൽ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ട് എങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് സാധ്യത കൂടുതലുണ്ട്. കാരണം ആ ടെക്നിക്കൽ ചലഞ്ചേഴ്സിനെ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതാണ് ആ മേഖലയിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും പാർട്ട്ണർ എന്ന് പറയുന്നത് എല്ലാ നിലയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. മാത്രമല്ല നമ്മളൊരു പാർട്ട്ണർഷിപ്പിലേക്ക് നമ്മൾ കൊണ്ടുപോകണം നമ്മുടെ ബിസിനസ്സിനെങ്കിൽ എന്താണ് നമ്മൾ അതിൽ നിന്ന് ലക്ഷ്യമാക്കുന്നത് എന്ന് കൃത്യമായിട്ട് ആദ്യമേ മനസ്സിലാക്കുക. ലോങ് ടേം ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ്, എന്താണ് നമുക്ക് അതിലൂടെ ഉണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരാളെ കണ്ടെത്തുമ്പോൾ പാർട്ട്ണറായിട്ട് ചേർക്കുക. ഇത് ഇതിലേറ്റവും പ്രധാനമാണ്. MMV ടോക്സിൻ്റെ ഇതുപോലെ നല്ല നല്ല ഉപകാരപ്രദമായ അറിവുകൾ ഇനി ലഭിക്കുന്ന എപ്പിസോഡുകൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥനയോടെ എല്ലാവർക്കും ബൈ. താങ്ക് യു വെരി മച്ച്.